രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ആ കാതുകൾ ജനങ്ങളുടെ ദുഃഖങ്ങൾ കേട്ടു. ആ കൈകൾ സഹായം നൽകി. ആ സാന്നിധ്യം ആശ്വാസമായി. ഒരു മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പദവിയേക്കാൾ ഒരു സാധാരണക്കാരന്റെ മനസ്സോടെ അദ്ദേഹം അവരെ കേട്ടു. ഒരു കസേര പോലും ഇല്ലാതെ ജനങ്ങൾക്ക് നടുവിൽ നിലത്തിരുന്ന അദ്ദേഹം അവരുടെ പ്രശ്നങ്ങൾ കേട്ടു. ആ ലാളിത്യം, അതായിരുന്നു അദ്ദേഹത്തിന്റെ ശക്തി. അധികാരത്തിന്റെ ഉന്നതിയിൽ ഇരുന്നപ്പോഴും സാധാരണക്കാരന്റെ ജീവിതം അദ്ദേഹം മറന്നില്ല. മുണ്ടിന്റെ കോന്തലിൽ ചുരുട്ടിവെച്ച പേപ്പർ തുണ്ടുകൾ, അതിൽ നിറയെ സാധാരണക്കാരുടെ അപേക്ഷകളായിരുന്നു. നിയമസഭയിലും പാർലമെന്ററി രംഗത്തും അദ്ദേഹം തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. അടിയുറച്ച നിലപാടുകൾ, രാഷ്ട്രീയ എതിരാളികളെ പോലും ബഹുമാനിക്കുന്ന രീതി. അദ്ദേഹത്തിന്റെ യാത്ര ജനങ്ങളോടൊപ്പമുള്ള ഒരു തീർത്ഥാടനമായിരുന്നു. തിരക്കിനിടയിലും ഒരാളെയും കണ്ടില്ലെന്ന് നടിക്കാതെ എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ച് അദ്ദേഹം മുന്നോട്ട് പോയി. പുതുപ്പള്ളി അദ്ദേഹത്തിന്റെ ആത്മാവിന്റെ ഭാഗമായിരുന്നു. പുതുപ്പള്ളിയിലെ ഓരോ വീടും ഓരോ വ്യക്തിയും അദ്ദേഹത്തിന് സ്വന്തമായിരുന്നു. ആ സ്നേഹത്തിന്റെ ബന്ധം ഒരു രാഷ്ട്രീയ നേതാവിനും ജനങ്ങൾക്കുമിടയിലുള്ള ബന്ധമായിരുന്നില്ല. അതൊരു കുടുംബ ബന്ധമായിരുന്നു. ഒരു നേതാവിനേക്കാൾ ഉപരി ഒരു സഹോദരനെ പോലെ, ഒരു സുഹൃത്തിനെ പോലെ, ഒരു അച്ഛനെ പോലെ അദ്ദേഹം ജനങ്ങളോടൊപ്പം നിന്നു. ഓർമ്മകൾക്ക് മരണമില്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾ ഒരു പുഴ പോലെ ജനഹൃദയങ്ങളുടെ എന്നും ഒഴുകിക്കൊണ്ടിരിക്കും.